തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാനം രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. നമുക്ക് ആ വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യ വാർത്തയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ ഇന്ന് ഡൽഹിയിലേക്ക് എത്തും. നാളെ കോൺഗ്രസ് അധ്യക്ഷനുമായും മറ്റ് നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തും. ബുധനാഴ്ചയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള അന്തിമമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലെത്തിയിരിക്കുന്നത്. കൃത്യമായ തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന നിലപാടിൽ ഇപ്പോഴും കേരള നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം സിറ്റിംഗ് MPമാർ എന്ന പരിഗണനയ്ക്കപ്പുറം ജയസാധ്യതയ്ക്ക് തന്നെ പരിഗണന നൽകണം പ്രാഥമികമായി എന്ന പൊതുവിലയിരുത്തലിലേക്കാണ് നേതൃത്വം എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ചില മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങൾ വേണമെന്ന അഭിപ്രായം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സജീവമായി ചർച്ചയിലുണ്ട്. അതടക്കം വിശദമായി കേരള നേതാക്കളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക്, സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമമായ രൂപം നൽകുക. എന്തായാലും സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ എല്ലാ തലങ്ങളെയും തൊടുന്ന തരത്തിൽ കൃത്യമായ പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി രൂപം നൽകുക എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. സിറ്റിംഗ് MPമാരിൽ 2-3 പേർക്ക് ഒരു പക്ഷേ മാറ്റമുണ്ടായേക്കാം. അവരെ സംഘടനാ തലത്തിൽ സജീവമാക്കി യുവമുഖങ്ങളെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ബുധനാഴ്ചക്കകത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്. LDFന് തൊട്ടു പിന്നാലെ BJPയും 12ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം സജീവമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ കൃത്യമായ ഒരു സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മേലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഹൈക്കമാൻഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് കേരള നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്.